ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഗോട്ട് ഫ്രം ടെമു അതാണ്. അപ്പോൾ എനിക്ക് ടെമുന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ടെമു എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് സൈറ്റാണ്. അതിൽ കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു ഫോൺ ഹോൾഡറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ കാറിൽ വെക്കാം. അതേപോലെ 3 പൊസിഷൻ അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ 3 പൊസിഷനിലും വെക്കാം എന്നാണ് അവർ പറയുന്നത്. ഇത് UV LED നെയിൽ ലാമ്പാണ്. അപ്പോൾ ജെൽ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് വേണം. നമ്മൾ സാധാരണ ലാമ്പിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നെയിൽ എന്താ പറയുക ഡ്രൈ ആവില്ല. അപ്പോൾ ഇതിലാണ്, ഇതിൻ്റെ താഴെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് അത് കുറച്ചുകൂടി വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചു. അതിൽ ഇതെന്ന് പറയുന്നത് മോൾക്ക് ക്രാഫ്റ്റ് ചെയ്യാണ്ട്, അതായത് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള 3 ടൈപ്പ് മുത്തുകളാണ്. അപ്പോൾ അത് ഇടാനുള്ള സ്റ്റോറേജ് ബോക്സും കൂടി ചേർന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മറ്റേ ബ്രേസ്ലെറ്റ് പോലെയൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തന്നെ ത്രെഡും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പല കളറിലുള്ള ത്രെഡ്സ് ആണ്. അപ്പോൾ അതാണ് അടുത്തത്. ഇത് വാങ്ങിച്ചത് ഷവർ ക്യാപ്പാണത്. അപ്പോൾ ഷവർ ക്യാപ്പ് 3 വാങ്ങിച്ചിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഫിറ്റ്ബിറ്റിൻ്റെ ചാർജറാണ്. വേഴ്സ 4ൻ്റെ ചാർജർ ഉണ്ട് എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. വർക്ക് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കണു. ഇതെന്ന് പറയുന്നത് നമ്മുടെ പാത്രങ്ങളുടെയൊക്കെ അടിയിൽ കുറച്ച് നല്ലോണം എന്താ പറയുക ഒരു ബ്രൗൺ കളറിൽ നല്ല അടി പിടിക്കുമല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. സാൻഡ് പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. കുറച്ചുകൂടി ഇതുണ്ട്, റഫാണ്. ഇത് ഒരു ടവൽ റാക്ക് ഓർഗനൈസർ ആണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് കുട്ടി കുട്ടി ടവൽസോ എന്തെങ്കിലുമൊക്കെ ഇതിൽ തൂക്കി വെക്കാൻ പറ്റും. ഷെൽഫ് ക്ലിപ്പാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ഷെൽഫിൻ്റെ ഒരു സൈഡ് പൊട്ടി, ആ ഒരു ക്ലിപ്സ് പൊട്ടി. പക്ഷെ ഇതിൽ 1ഉം 2ഉം ആയിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് നമ്മൾ ബ്യൂട്ടി ക്ലിപ്സ് ആണത്. ശരിക്കും ഇങ്ങനെ ഇടാൻ പറ്റും. പക്ഷെ ഇത് വേണ്ട, സാധാരണ ക്ലിപ്പാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ അതിൻ്റെ പല ഡിസൈൻസും 2-3 ടൈപ്പ് ഡിസൈൻസ് ഉണ്ട്, കളേഴ്സും ഉണ്ട്. അങ്ങനെ നല്ലൊരു സാധനമാണ്. ഇതും അതുപോലെ അവളുടെ തലയിൽ ഇടാവുന്ന, ഇപ്പോൾ കുറച്ച് ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ ഇത് നല്ല ഭംഗി ഉണ്ടാവും ക്ലിപ്പായിട്ട് ഇടാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അവളുടെ പ്രിൻസസ്സസ്, എല്ലാ പ്രിൻസസിൻ്റെയും ഓരോ ക്ലിപ്പ്. അത് ചുമ്മാ തലയിലൊരു ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ചതാണ്. ഡിസ്നി പ്രിൻസസ് ആണ് എല്ലാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒരേ കാറ്റഗറി വരുന്ന സാധനങ്ങളാണ്. ഇത് ഷാനിൻ്റെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ സ്കാൾപ്പ് തൊട്ട് താഴെ വരെ മുടിയിൽ ഈ ബ്രഷും കൂടി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഓയിൽ മൊത്തം അപ്ലൈ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിച്ചതാ. ഇത് വന്നിട്ട് സ്കാൾപ്പ് മസാജ് ചെയ്യാനും അതുപോലെ ഹെയർ ക്ലെൻസ് ചെയ്യാനും, അതായത് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്ത് കളയാനൊക്കെ, മസാജ് ചെയ്യാൻ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ബ്രഷൊക്കെ ഭയങ്കര നല്ല ബ്രഷാണ്. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു ഹെയർ വാഷിംഗ് ട്രേ ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുക പറഞ്ഞാൽ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ അവളുടെ കണ്ണിൽ തട്ടുന്നു, അവളുടെ ഫേസിലാവണു, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറൊരു സംഭവം വാങ്ങിച്ചു നോക്കി, തലയിൽ കണ്ണിലാവാത്ത വിധത്തിൽ ഉള്ള ഒരു സംഭവം. പക്ഷെ അത് ശരിയായില്ല. അപ്പം ഞാൻ ഇതും കൂടി ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഹെയർ വാഷ് ബേസിനിലേക്ക് വിട്ട് ഇരുന്നിട്ടാണ് ചെയ്തത്. ഇരുന്നിട്ട് തലമുടി മാത്രം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് അവളുടെ മുഖത്തൊന്നും ആവാതെ പോവും എന്നാണ് പറയപ്പെടുന്നത്. നോക്കാം. ഇത് മോൾക്കുള്ള കുറച്ച് സ്നാപ്പ് ക്ലിപ്സ് ആണ്. അപ്പോൾ മുടി കുറേ ഫ്രണ്ടിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒതുക്കി വെക്കാനുള്ള സ്നാപ്പ് ക്ലിപ്സ് ആണ്. USB അഡാപ്റ്ററാണ്. L ഷേപ്പിലുള്ള USB അഡാപ്റ്ററാണിത്. ഇത് വന്നിട്ട് ഡിസ്പോസിബിൾ സ്ക്യൂവേഴ്സ് ആണ്. അപ്പോൾ ഇത് ഫ്രൂട്ട്സിനായാലും നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിലും ഗ്രില്ല് ചെയ്യാനും ഉപയോഗിക്കാം. അതുപോലെ ലഞ്ച് ബോക്സിൽ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാനും ഉപയോഗിക്കാം നമുക്ക്.
അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ചെറുതാ, വലിയ ഒരുപാട് പരീക്ഷണാർത്ഥം വാങ്ങിച്ചതാണ്. ഇതൊരു ബീറ്ററാണ് ആക്ച്വലി. ഇങ്ങനെ വെച്ച് മുട്ട ബീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡംപ്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനുള്ള സാധനമാണത്. ഓക്കെ. പിന്നെ നൈഫാണ്. നൈഫിന് ഇതൊരു ഷേപ്പിൽ കിട്ടും നമ്മൾ. അപ്പോൾ വാട്ടർ മെലനും അതുപോലെ ക്യാൻറ്റിലപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കൂപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പൂണാണിത്. അപ്പോൾ 2 ഷേപ്പാണിത്. അത്രയേ ഉള്ളൂ. ഇത് LED മിനി സ്റ്റാർലൈറ്റ് ആണ്. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വിചാരിച്ചൊരു അറിയില്ല വർക്ക് ചെയ്യുമോയെന്ന് അറിയില്ല, പക്ഷെ ഒന്ന് പരീക്ഷണാർത്ഥം ഇതും വാങ്ങിച്ചു. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതാ കൊള്ളാം. മുകളിലൊക്കെ പിള്ളേർക്ക് നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് നല്ല രാത്രി ആയിരിക്കും ഇതിൻ്റെ നല്ല എഫക്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇതെല്ലാം സ്റ്റോറേജ് ബാഗ്സ് ആണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു ട്രോളിയിൽ ഇപ്പോൾ 4 പേര് പോകുന്നുണ്ട്, എല്ലാവരുടെ സാധനങ്ങളും കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ സോർട്ട് ചെയ്ത് വെക്കാനുള്ള ഓരോ ടൈപ്പായി, അതായത് കാറ്റഗറിയിലുള്ള സ്റ്റോറേജ് ബാഗ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ഇത് സാനിറ്ററി പാഡ്സ് സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ബാഗാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ കേബിള്, അതുപോലെ പവർ ബാങ്ക്, ഫോണിൻ്റെ ചാർജർ, ഹാർഡ് ഡിസ്ക്, ഇതുപോലത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് ബാഗിലൊക്കെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മിസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എൻ്റെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടി ഇനി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് മാത്രം തിരഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു കോസ്മെറ്റിക്, അതായത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടി ഇടാനുള്ള ബാഗാണ്. അപ്പോൾ അത്യാവശ്യത്തിന് സ്ഥലമുണ്ട്, കണ്ടോ. അത്യാവശ്യമുള്ള ബ്രഷും എല്ലാം വെക്കാനുള്ള സ്ഥലം, ബ്രഷസൊക്കെ ഇവിടെ വെക്കാം. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലവും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇതിനകത്ത്. ഓക്കെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബാഗാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരുമിച്ച് വെക്കാമല്ലോ. ഈ ഒരു ബാഗിൽ നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, അതുപോലെ വെറ്റായിട്ടുള്ള ബോഡി വാഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടി ഇടാനുള്ള ഒരു ബാഗാണ്. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വെറ്റായിട്ടുള്ള സാധനങ്ങൾ ഇടാനുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും ഡ്രൈ ആയിട്ടുള്ള സാധനം ഇടാനുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ട്രാവലിംഗ് ബാഗാണ്. ഇതിനകത്ത് കുറേ ബാഗുകളുണ്ട്. വേണ്ട, കുറേ പൗച്ചസ്. ഇതൊരു ബിഗ് ബാഗാണ്. അതുപോലെ ഇതിനകത്ത് കുറേ ബാഗുകളുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സോർട്ട് ചെയ്ത് ഓരോ ബാഗുകൾ വെക്കാം, ഓരോ ബാഗിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.